നടന്നുകൊണ്ടുള്ള ധ്യാനം. ഫോറസ്റ്റ് ട്രഡീഷനിൽ പലതരത്തിലുള്ള അഭ്യാസങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നടന്നുകൊണ്ടുള്ള ധ്യാനമാണ്. ബുദ്ധിസ്റ്റ് സർക്കിളിന് വെളിയിൽ ഇത് ഒരിക്കലും ഒരു മനസ്സിനെ അഭ്യസിക്കാനുള്ള കാര്യമായിട്ട് കാണുന്നില്ല. പലർക്കും ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ വരുന്ന ചിത്രം എന്ന് പറയുന്നത് ആരെങ്കിലും പത്മാസനത്തിൽ നിവർന്നിരിക്കുന്നതാണ്. കണ്ണുകൾ അടച്ചിരിക്കുന്നു, നിവർന്നിരിക്കുന്നു, പ്രശാന്തമായിട്ടുള്ള മുഖമാണ്. ഭൗതിക വസ്തുക്കൾ വിൽക്കുന്ന കമ്പനി ആണെങ്കിൽ പോലും, ഉദാഹരണമായിട്ട് കാറുണ്ടാക്കുന്നവർ, ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ, ഇൻഷുറൻസുകാർ, അവർ എന്ത് ഉറപ്പ് തരികയാണെങ്കിലും ഈ തരത്തിലുള്ള ആധ്യാത്മിക കാര്യങ്ങളാണ് അവർ കാണിക്കുക. ഇത്തരത്തിലുള്ള പ്രതീകമായിട്ടുള്ള ചിത്രങ്ങളാണ് അവർ കാണിക്കുക. പല ബുദ്ധിസ്റ്റ് ട്രഡീഷനിലും, പ്രധാനമായിട്ട് ഫോറസ്റ്റ് ട്രഡീഷനിൽ, ഇരിക്കുന്ന ധ്യാനത്തിനോടൊപ്പം തന്നെ അതേ സമയം തന്നെ അത്ര സമയം തന്നെ നടന്നുകൊണ്ടുള്ള ധ്യാനവും പറഞ്ഞിട്ടുണ്ട്. ഇരുന്നിട്ടുള്ള ധ്യാനം 1 മണിക്കൂർ ആണ് എങ്കിൽ ആ 1 മണിക്കൂർ തന്നെ നമ്മൾ നടന്നുകൊണ്ടും ധ്യാനിക്കുന്നു. ഈ അഭ്യാസം ബുദ്ധൻ ഉണ്ടാക്കിയതാണ്. അദ്ദേഹം തൻ്റെ ജീവിതകാലത്തിൽ മുഴുവൻ ഇതിനെ അഭ്യസിച്ചിട്ടുണ്ട്. ഇത് ചെയ്യുന്ന വിധം വളരെ എളുപ്പമാണ്. നിങ്ങൾ നിരപ്പായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ഒരു 20-25 അടി നീളമുള്ള സ്ഥലമായിരിക്കാം. എന്നിട്ട് അതിൻ്റെ 2 അറ്റങ്ങളും നിർണ്ണയിക്കുക. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു കല്ലുണ്ടായിരിക്കാം, മറുഭാഗത്ത് ഒരു മരമുണ്ടായിരിക്കാം. നിങ്ങൾ നടക്കുന്നതിന് മുമ്പായിട്ട് അല്പസമയം നിവർന്നു നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിലൂടെ നിങ്ങൾ കണ്ണോടിക്കുക. നിങ്ങൾ ശരീരത്തിൻ്റെ ആ പ്രസൻസിനെ കുറിച്ച് അറിയുക. എന്നിട്ട് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിനെക്കുറിച്ചുള്ള ജാഗ്രത നിങ്ങളിൽ പ്രതിഷ്ഠിതമാകുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ നടക്കാൻ തുടങ്ങുക. നടന്നുകൊണ്ടുള്ള ധ്യാനം അല്ലെങ്കിൽ വാക്കിംഗ് മെഡിറ്റേഷന് പലതരത്തിലുള്ള ധ്യാനവസ്തുക്കളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഇരുന്ന് കൊണ്ട് ധ്യാനിക്കുന്ന സമയത്തും നിങ്ങൾ പലതരത്തിലുള്ള ധ്യാനവസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. എന്നാൽ നടക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പമുള്ളതും ആയിട്ടുള്ള കാര്യം, നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ പാദങ്ങൾ ഭൂമിയെ സ്പർശിക്കുന്ന സമയത്ത് ഉള്ള കാര്യമാണ്. അത് വളരെ പ്രകൃതിയാ ഉള്ള കാര്യമാണ്. നമ്മൾ സാധാരണ രീതിയിൽ പ്രകൃതിയാ ഉള്ള രീതിയിലാണ് നടക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ പലതരം ഓർമ്മകളും അതേപോലെ തന്നെ സങ്കല്പങ്ങളും വരുന്ന സമയത്ത് പലതരത്തിലുള്ള ശബ്ദങ്ങളും അതേപോലെ തന്നെ ചിത്രങ്ങളും നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് വീണ്ടും വർത്തമാന ക്ഷണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. നമ്മുടെ കാലുകളിലെ അനുഭവങ്ങൾ നടക്കുന്ന സമയത്ത് എന്താണ് എന്ന് നമ്മൾ വീക്ഷിക്കുന്നു. ഈ തരത്തിൽ ശരീരവും അതിൻ്റെ ചലനവും ഒരു വഴിയുടെ 2 അറ്റത്ത് നടക്കുകയാണ്. അതിനെ നമ്മൾക്ക് ശ്വാസത്തിൻ്റെ അനുഭവത്തെ പോലെ തന്നെ കണക്കാക്കാം. ഉള്ളിലേക്ക് വരുന്ന ശ്വാസം, പുറത്തേക്ക് പോകുന്ന ശ്വാസം. ഈ പ്രകൃതിയാലുള്ള താളമാണ് നമ്മളുടെ ശ്രദ്ധാകേന്ദ്രം. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ഈ വർത്തമാന ക്ഷണത്തിലെ സത്യത്തിലേക്ക് വരുന്നു. അത് നമ്മളെ ശാന്തമാക്കുന്നു. നമ്മുടെ അലഞ്ഞു തിരിയുന്ന ചിന്തകളെ അത് സ്വാധീനിക്കുന്നു. നമ്മൾ നടന്നുകൊണ്ടുള്ള ധ്യാനം ശരിയായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു നല്ല നിശ്ചലത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുന്ന സമയത്ത് ഉള്ളിൽ ഉള്ള നിശ്ചലതയ്ക്ക് തുല്യമായിരിക്കും അത്. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ജാഗ്രതയെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങളാണ്. നമ്മുടെ ജാഗ്രത ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ചലനം നടക്കുന്ന സമയത്തും ചലനമില്ലാത്ത ഒരു അവസ്ഥ നമ്മളുടെ ഉള്ളിൽ ഉണ്ട്. ഇതിനെയാണ് അജൻച ഇങ്ങനെ പറയുന്നത്, സ്റ്റിൽ ഫ്ലോയിങ് വാട്ടർ, നിശ്ചലമായിട്ടുള്ള ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം എന്ന്.